എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം. ശത്രു സംഹാരത്തിന് വേണ്ട ഒരു അമൂല്യമായ ഒരു ക്രിയയാണിത്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും കൂടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഒരു 99% ആളുകൾക്കും നമ്മൾ നന്നാവുന്നത് കണ്ടുകൂടാത്ത ആൾക്കാരായിരിക്കും. ഓരോ വീട്ടിലെയും ആളുകൾ നമ്മളോട് വന്ന് പറയുന്ന വിഷയങ്ങൾ അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അമ്മയ്ക്ക് മകനെ കണ്ടുകൂടാ, മകന് അമ്മയെ കണ്ടുകൂടാ, ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, ഭർത്താവിന് ഭാര്യയെ കണ്ടുകൂടാ, മക്കൾക്ക് കണ്ടുകൂടാ, നാട്ടുകാർക്ക് കണ്ടുകൂടാ. ഒരു സ്വന്തം കുടുംബത്തിൽ തന്നെ ഏട്ടനനിയന്മാർ വരെ വിരോധത്തിലും, ഒരു അമ്മയുടെ മക്കൾ തന്നെ വിരോധത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ ഒരുപാടല്ല, 90% ഉണ്ട്. പക്ഷേ അപ്പൊ പിന്നെ നാട്ടുകാരുടെ കാര്യം എടുക്കണ്ടാവില്ലല്ലോ. കാരണം നാട്ടുകാർക്ക് പിന്നെ അതിനേക്കാൾ എട്ടം കട്ടി വിരോധം നമ്മളോടുണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നും പുറത്തേക്ക് കാണിക്കില്ല. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മുടെയൊക്കെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ജോലി, വരുമാനം, തൊഴില്, അതുപോലെ തന്നെ നേട്ടങ്ങൾ കൈവരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഇവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രയോഗം ഉണ്ടാവുക. നമ്മളൊരു കല്യാണം, നമ്മുടെ ശത്രുക്കളുടെ പ്രയോഗം നമ്മുടെ ഓരോരോ വളർച്ചയുടെ പിന്നിൽ തടസ്സമായി നിൽക്കുന്ന കുറെ അവസ്ഥകളുണ്ട്. ഇപ്പൊ വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കെണി വെക്കും. അയാൾ അത്ര ചുവടുള്ള ആളൊന്നും അല്ലാട്ടെന്ന് പറയും, ആ പെണ്ണ് അത്ര നല്ലതൊന്നല്ല എന്ന് പറയും. അങ്ങനെ കല്യാണത്തിന്റെ കാര്യത്തിൽ ആ തരം. തൊഴിലാണിച്ചെങ്കിൽ ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവൻ പൈസ പിടിച്ച് മുങ്ങണാളെന്ന് പറയും. ബിസിനസ് ആണെച്ചെങ്കിൽ അയാൾ തട്ടിപ്പ് കൂട്ടി സാധനങ്ങൾ വിറ്റ് വെക്കണ ആളെന്ന് പറയും. അപ്പൊ നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ കെണി വെക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ പിന്നിൽ ഇങ്ങനെ കെണി വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഈ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ഇങ്ങനെ ഇതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ശത്രു സംഹാര പൂജ, കർമ്മം കാര്യങ്ങളായിട്ട് എത്ര കാലം ചെയ്യും? ഒരിക്കൽ ചെയ്താൽ വീണ്ടും വരും, ഒരിക്കൽ ചെയ്താൽ വീണ്ടും വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമ്മുടെ അടുത്ത് വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമുണ്ടെങ്കിൽ നമ്മൾ ദിവസം അവിടേക്ക് പോകണ്ട. ദിവസം അവിടെ പോയി തൊഴുക, പ്രാർത്ഥിക്കുകയൊക്കെ നല്ല തന്നെ. പ്രായോഗികമായിട്ട് പറ്റാത്ത ആളുകൾക്കാണെങ്കിൽ ഇതുപോലത്തെ ഒരു അളക്കെടുത്ത് വെക്കുക. ഒരു ഡപ്പയിൽ നമ്മൾ എന്ത് വേണം, ഇതിലിപ്പോൾ ഞാൻ ഭസ്മട്ടേക്കുന്ന ഡപ്പ ആയതുകൊണ്ടാണ്, ഒരു അളക്കിൽ നമ്മൾ ദിവസം നാണയം വേണം. നമ്മൾ ഒറ്റ രൂപ നാണയമാണെങ്കിൽ അത് നല്ലത്. അതെടുത്തിട്ട് നമ്മൾ ഒരു നന്നായി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഓം സഹസ്രാരാഫൾ സ്വാഹ എന്ന് നമ്മൾ 8 തവണ ചൊല്ലുക. എന്നിട്ട് നല്ല പ്രാർത്ഥിച്ച് ഒഴിഞ്ഞിട്ട് ആ ഡപ്പിലിട്ടേക്കുക. എന്നിട്ട് എന്താണ്, അപ്പോൾ ഈ മന്ത്രം എന്ന് പറയുന്നത് ശത്രു സംഹാരം, ദോഷ ദുരിതങ്ങളും അതൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ 8 തവണ ഒഴിഞ്ഞിട്ട്, ഭഗവാനെ എൻ്റെ കർമ്മത്തിലും കർമ്മസ്ഥാനത്തും വാക്കിലും പ്രവൃത്തിയിലും ബാധിക്കുന്ന എല്ലാ ശത്രുക്കളും ദുരിതങ്ങളും ബാധകളൊക്കെ ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിച്ചിട്ട് അതിലിട്ട് വയ്ക്കുക. ഇട്ട് വെച്ചിട്ട് നമ്മളത് ഒരാഴ്ചയിൽ ഒരു ദിവസം കൂടുമ്പോൾ അതിൻ്റെതായ ഒരു വഴിപാട് ചെയ്യുക. കാരണം ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കാം, ഇല്ലെങ്കിൽ അത് നമുക്കവിടെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം. എന്നിട്ട് മാസത്തിലൊരു ദിവസം നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ദേവന് ഒരു പായസം കഴിപ്പിക്കുക. ഈ പായസം കഴിപ്പിക്കുമ്പോൾ ഈ ദോഷങ്ങൾ അവിടെ ഭണ്ഡാരത്തിലിടുക. പിന്നെ അതിനുശേഷം മാസത്തിലൊരു ദിവസം നമ്മുടെ ജന്മനക്ഷത്ര ദിവസം ഒരു പായസം കഴിപ്പിക്കുക. ഈ ദുരിതങ്ങൾ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് നമ്മളെ രക്ഷിക്കാനുള്ള ചൈതന്യം അവിടെ ഉണ്ടായി വരണമെങ്കിൽ അതിൻ്റെതായ കർമ്മങ്ങൾ അവിടെ നടക്കണം. അതാണ് ഈ ഭണ്ഡാരത്തിൻ്റെയും ഈ നിവേദ്യത്തിനൊക്കെ പൈസ കൊടുക്കണതിൻ്റെ കാര്യം. പക്ഷേ ആ ഒരു സങ്കേതം അവിടെ നിലനിൽക്കണമെങ്കിൽ, അതിൻ്റെ ഗുണം നമ്മളിലേക്ക് വരണമെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ ചിലവുണ്ട്. അതിലേക്ക് ഒരു പങ്കായിട്ട് നമ്മൾ ആ ദേവന് ഒരു നിവേദ്യമായിട്ടെങ്കിലും നമ്മൾ കഴിപ്പിക്കുകയും ചെയ്യുക. ഈ പൈസ നമ്മളവിടെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക. ഈ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നിത്യവിധാന ചെലവ് മുതൽ ഉത്സവം വരെ നടത്താനുള്ള ദേവന്റെ ഖജനാവാണ് ഭണ്ഡാരം. അതിലേക്ക് നമ്മുടെ ഒരു വരുമാനത്തിൽ നിന്ന് ഒരു അംശം അതിലേക്ക് ചെല്ലും ചെയ്തു. നമ്മുടെ ഈ കഷ്ടപ്പാടും ദുരിതം അവിടെ സമർപ്പിക്കുകയും ചെയ്തു. ഇതാണ് പരിപാടി. ഇതാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, എല്ലാ തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവുകയും ചെയ്തു. നമുക്ക് ചെറിയൊരു പൈസയും മുടക്കുള്ളൂ. ഒരു തരത്തിലും 5 കാശും ചെലവാക്കാണ്ട് ഒരു കാര്യം ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ദുരിതടിച്ച് നശിച്ച് നാരണക്കാലായിട്ട് നാട്ടുകാരെ മുന്നിൽ തെണ്ടുണ്ട് വരും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലാതെ അന്തസ്സും ഇതുവഴി ജീവിക്കുമ്പോൾ നമ്മുടെ പിന്നിൽ വരുന്ന, നമ്മളറിയാതെ വരുന്ന നമ്മൾക്കെതിരെ
വരുന്ന ശത്രു ദോഷത്തെ ദൈവങ്ങൾക്ക് തന്നെ മാറ്റാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അത് മറ്റൊരു ശക്തിക്ക് അമാനുഷിക കഴിവിനെ പറ്റുള്ളൂ. അത് നമ്മളിത് വിശ്വാസപൂർവ്വം ഒഴിഞ്ഞ് സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഈ ശത്രുദോഷങ്ങൾ നിരന്തരമായിട്ട് വരുന്നതും നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിക്കുന്നതും തോളിൽ ഇരുന്നിട്ട് ചെവിട്ട് തിന്നണത് ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥമായിട്ട് നമ്മൾ വേരുമ കായ്ക്കും. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഈ ആൾ നമ്മളെ ചതിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ ശത്രുവാണെന്നുള്ളത് നമ്മൾ വിചാരിക്കില്ല. പക്ഷെ നമ്മളെ കൂടെയുള്ള ദൈവങ്ങൾക്ക് അറിയാം ഇവൻ കേണിയാണ് ഇട്ടാകുന്നത്. അപ്പൊ എന്തായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള സംരക്ഷണം നമുക്കുണ്ടാവും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ചെയ്യുക. ബിസിനസ് പരമായിട്ട് പുരോഗതി, ഇത് ദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യാം. വരാതിരിക്കാനും നമ്മളെ പിന്നിൽ ഇത് ഉണ്ടോ എന്ന് നമുക്ക് അറിയൂല. കാരണം നമുക്ക് അറിയാത്ത പ്രശ്നം. നമ്മളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നവരിൽ നിന്ന് വരുന്ന എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോകാനുള്ള ഏറ്റവും നല്ല ഒരു പ്രതിവിധിയും കൂടിയാണ് ഇതൊക്കെ. അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യുന്നത് നല്ലതും കൂടിയാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യ.